സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന അതിന്റെ മോന് വിളിക്കാൻ കണ്ട സമയം. ഹലോ അളി എവിടെടാ? അമ്മോ നിർത്താറായില്ലേടാ ഇത്. എല്ലാത്തിലും ആകെ 3 കാര്യങ്ങളാ. ആളുകൾ മാത്രം മാറിക്കൊണ്ടിരിക്കും. എന്നിട്ടായിരിക്കും ഇയാൾ ഇന്നലെ ഒരു പെൺഡ്രൈവ് പറഞ്ഞ് എടുത്തോണ്ട് പോയേ. അളിയാ ദേണ്ടാ ഡിങ്കിനെ പ്രഭു. അളിയാ ഇലക്ഷനോ തോറ്റി. നീ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണേ. അയ്യേ എനിക്കെങ്കിലും വേണ്ടി ഈ പെണ്ണിനെ. അളിയാ വേണ്ട, ഇംഗ്ലീഷാണേ. ഒന്ന് പോടാ, ഈ അണ്ണനെ കണ്ടതാ. താൻ ആരാരാകുന്നു? I was born in Mumbai and studied in Bengaluru. അതെന്താ? അയ്യോ പാമ്പ്! നിന്റെ അഴിഞ്ഞാട്ടം. നിന്റെ വീട് എവിടെന്നാ നീ പറഞ്ഞേ? ബോംബെ. കേട്ടോളെ സത്യം പറയടി. ഗുണ്ടുകാട്. ശരിക്ക് പറ. ടയറുരുട്ടും മഞ്ഞ പെയിന്റ് അടിക്കും തൂക്കിയിടും. We are easy boys. Easy, easy. Take it easy, easy, easy. Take it easy. അളിയ, നമ്മള് മുക്കുണ്ടാക്കാൻ പോവാണ്. എല്ലാവരുടെയും സഹകരണം. This is the intro of Easy മുക്ക്. മുക്ക് മുക്ക്. ഓ മുക്കി പണ്ടാറോ. മുക്ക് മുക്ക്. ഇവിടെ എന്ത് നടക്കണമെങ്കിലും ഒരാളുടെ അനുവാദം കൂടിയേ തീരും. അവതാരപ്രവികളുടെ സകല രൗദ്രഭവമായ ആ മൂർത്തിയുടെ പേര് ഇപ്പോൾ ജിജു വന്നു. നീ കാണുമോനെ ദിനേശ? കടലിൽ നിന്നും മുങ്ങിപ്പൊങ്ങി കടലിൽ തന്നെ മുങ്ങിച്ചാകുന്നേ ജിജോ. പിന്നെ മുങ്ങുന്നേ മുങ്ങിത്താഴുന്നേ, പിന്നെ മുങ്ങി പിന്നെ പൊങ്ങി മുങ്ങിത്താഴുന്നേ. മുത്തേ, എന്നാടാ പ്രശ്നം? അല്ല ചേട്ടാ, നമ്മുടെ ടയറ് എത്ര വാടാ? അല്ലടാ മുത്തേ, ഓപ്പാ മാക്സി സ്റ്റാർ. എന്നെ കൊല്ലാം, പക്ഷെ തോപ്പിക്കാനാവില്ല. എന്നാ പിന്നെ അവനെ കൊന്നേക്കാം. റംകുമറേ, ജീവിക്കാൻ ഇപ്പോൾ ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ?
ഞാൻ കാണിച്ചു തരാം. എക്സ്പ്ലോററാ മൂങ്ങ, നീ കണ്ടിട്ടുണ്ടാ? ഇല്ല. എന്നാ വാ, നമുക്കും കൂടെ പോവാം. ആ അവൻ എന്തേലും കാണിച്ചു തരാതിരിക്കത്തില്ല. മൂങ്ങ എവിടെ? മൂങ്ങയോ? ഇപ്പൊ ശരിയാക്കി തരാം. കൂ, കൂ. ഇത് കാക്കയല്ലേ ഉണ്ണിയെ? ഓ ഇവിടെ ഒരു മൂങ്ങയിലൊരു മറ്റുമില്ല. 6th ഫ്ലോറിന്റെ വരാന്തയിലൂടെ ഞാൻ അവളുടെ കൈപിടിച്ച് നടന്നു. മാസത്തിൽ ഒരിക്കൽ മാത്രം കുളിക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്തുനിന്ന് വരുന്ന ഒരു പ്രത്യേകതരം നാറ്റം വീശിയടിക്കുന്നതായിരുന്നു. ഓരോ പടി കയറും തോറും പെണ്ണിന്റെ നാറ്റം കൂടിക്കൂടി വന്നു. ആ നിമിഷം തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ചു, ഈ പിച്ചിക്കുട്ടിയെ ഏതെങ്കിലും ഒരുത്തിന്റെ തലയിൽ കെട്ടിവെക്കണം. എന്തോന്നേ സായിബാവേ? അയ്യോ ഉണ്ണി, മെക്കിലെ പയ്യന്മാർ കണ്ടു എന്നാ തോന്നുന്നേ. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് താഴേക്ക് ചാടാം. ശരി. 1 2 3 4 5 6. അപ്പോഴേക്ക് ചാടിയോ? പണ്ട് ഇങ്ങനെയാ. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. മൂങ്ങയെ കാണിക്കാൻ വന്ന പയ്യനാ, ദേ വവ്വാല് ചത്ത പോലെ കിടക്കുന്നു. കളിയാ, പണ്ട് ഇതുപോലെ ദുർമരണം ഇവിടെ നടന്നതാ. അതെ അളിയാ, നമ്മുടെ പാൽക്കാരൻ. പാൽക്കാരനല്ലളിയാ, പാൽക്കാരൻ. അങ്ങനെ പാല് വിറ്റ് 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 അവസാനം തളർവാദം പിടിച്ചു കിടക്കുമ്പോ തിരുമലുകാരിയായ ഐറ്റിയിലെ ബമ്പറുതയും കുടുതി കാറും വരുന്നു. നല്ലോണമൊക്കെ തടയാ മതി. അതവരുടെ ഒടുക്കത്തെ തടവലാണെന്ന് അവൻ അറിഞ്ഞില്ലടാ, അറിഞ്ഞില്ല. അളിയ ഓവറാക്കണ്ട. ഇതിന്റെ ക്ഷീണം തീർക്കാൻ ലൈബ്രറി പോയിട്ട് വരാം. അതാകുമ്പോ പുതിയ പടം വല്ലതും കാണാം. GCBയിൽ വീണ്ടും ഒരു ഇലക്ഷൻ കാലം വരവായി. അടിപിടിയുടെ കൊടി കൊണ്ട് നടക്കും ഒരിടതനും കൊടുക്കരുതോട്ട്. വെള്ളച്ചിരിക്കുന്ന പുള്ളുപടി നടത്തുന്ന വലതന് തരികില്ലൊരോട്ട്. സമരം വേണ്ടൊരു ജയിലും വേണ്ട, ശാന്തിക്കെന്നുടെ വോട്ട്. ഒരു പാവപ്പെട്ടവനെല്ലാം നൽകാൻ തന്റെ ഇടമുള്ളവനോട്ട്. ഒക്കണ പാർട്ടിക്കൊട്ടില്ല, ഒരു ഭീഷണ പാർട്ടിക്കൊട്ടില്ല, ഒക്കണ പാർട്ടിക്കൊട്ടില്ല. കള്ള വോട്ട് വേണ്ട വേണ്ട ജഞ്ചോരേ. കളിയാ, ന്യൂസ് അടി നടക്കുന്നേ. അയ്യോ, ഇതിനങ്ങോട്ട് പോയിട്ടുണ്ട്. ഇറക്കി വിടറാ ബേബിയെ. വേണമെങ്കിൽ ഒന്ന് എടുത്തോണ്ടു, ഇതാ ഇവിടെ വാള് വെച്ച് കിടപ്പുണ്ട്. അകത്ത് വന്നിട്ടല്ലേ പഞ്ഞിക്കട അല്ലേടാ, തുറക്കടാ. തുറക്കൂലടാ പട്ടി. എന്തടാ, നീ വലിയ കുഴപ്പക്കാരനാണെന്ന് കേട്ടു. ആണോടാ? നീ കുഴപ്പമുണ്ടാക്കോടാ? പറടാ. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറടാ. നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടാ, തല്ലടാ. ഒന്ന് തല്ലി നോക്കടാ. നീ വലിയ ഗുണ്ടല്ലേ, എന്നിട്ടെന്താ പ്രതികരിക്കാഞ്ഞേ? അനിയ, രണ്ടു കൈ മുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. എന്നിട്ട് നല്ല ശബ്ദം ഞാൻ കേട്ടല്ല. എന്തോ ഞാനൊന്നും കേട്ടില്ല, പുല്ല് ചെവി അടിച്ചു പോയാന്നോ. ലേഡീസ് ഹോസ്റ്റൽ ഉയർന്ന്
നാളുകൾക്ക് ശേഷമുള്ള ഒരു സുപ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ അളിയ എനിക്കൊരു സ്വപ്നമുണ്ട്. എന്താണ് കുട്ട? ലേഡീസ് ഹോസ്റ്റലിൽ രാത്രി അമ്മേ അളിയ ഇവനിതെവിടെ പോയി? അളിയ എന്താ ഇവിടെ 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 കുഴിയത് സാറെങ്ങാനും രസത്തിന് വാഴ വെക്കാൻ വേണ്ടി. അളിയ ഇത് കുഴിയൊന്നുമല്ല, രണ്ട് തുരങ്കവും കണ്ട. തുരങ്കമോ? മച്ചാ നിൽ, വി ആർ കമ്മിങ്. അളിയ നിങ്ങളെന്താ ഈ തുരങ്കത്തില്? ഇവിടെ നിൽക്കണ്ട, പോ പോ. ചേച്ചി നിനക്ക് എന്ത് പറ്റിയടാ? പറടാ. അളിയ അതൊക്കെ പിന്നെ പറ, നിങ്ങളിപ്പോ പോ. നീ മമ്മട്ടിയും ബിക്കോസ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇനിയെങ്കിലും എന്റെ അർത്ഥം ഒന്ന് പറഞ്ഞതാ. അവനൊന്നും പറയില്ല, കാരണം അവൻ എന്റെ കുട്ടിയാണ്. കുളത്തിൽ സുബീന मैं കുളത്തിൽ സുബി ഹൂ. നിങ്ങളിപ്പോൾ എന്റെ അധോലോകത്തിലാണ്. നമ്മുടെ ഈ അധോലോകത്തിന് എല്ലാവരും പേടിക്കുന്ന ഒരു പേരിടണം. പേര് ഞാനിടാം, ശ്രീ രാജരാജേശ്വരി അധോലോകം. നോബൽ പ്രൈസ് ചോദിച്ചു നടക്കുന്ന സുബിയെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. മറിച്ച് എല്ലച്ചിൻ്റെതായ തുരങ്കമുണ്ടാക്കി അവിടെ ജൂനിയർ അണ്ടർവേൾഡ് നടത്തുന്ന കുളത്തിൽ സുബിയെ നിങ്ങൾക്കറിയില്ല. അറിഞ്ഞവരാരും ഇന്ന് ജീവിച്ചിരുന്നില്ല. ഇനി നിങ്ങളും. ഞങ്ങളത് റിപ്പോർട്ട് ചെയ്യും. ബോയ്സ് അറ്റാക്ക്. ബോസേ വിട്ടോടാ. സാറേ, സാറ് പഠിപ്പിച്ച സ്കൂളിലെ ഹെഡ് മാഷാ ഞങ്ങള്. നെക്കിലെ ചുണക്കുട്ടികൾ ഉള്ളിടത്തോളം കാലം ഇവിടെ ഒരു അധോലോകവും വാഴില്ല, വാഴിക്കില്ല. എല്ലച്ചിലെ സുന്ദരികൾക്കെന്നും കാവലായി കെ ബോയ്സ്.